പണി വാങ്ങിക്കൂട്ടോട്ടോ നീ കറീര നമ്മളേട്ടാ. പട്ടിയോ നന്ദിയുണ്ട് മോനെ. മോനെ ദൈവം അനുഗ്രഹിക്കും. അതൊന്നും സാരമില്ല അമ്മച്ചി. ഒരു ഓട്ടോ എടുത്ത് പോകുന്നതാ സേഫ്. ഓട്ടോ ശരി മോനെ. ശരി ശരി ഓട്ടോ എങ്ങോട്ടാണ്? സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പോണം. ഓ, അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. അതൊന്നും സാരില്ല, താൻ വണ്ടി എടുക്കാൻ നോക്ക്. മാഡത്തിന് എവിടെയോ കൊണ്ട് മുഖഭാവം. വാട്സാപ്പിൽ ക്ലിപ്പ് വല്ലതും ഉണ്ടാ? താൻ നേരെ നോക്കി വണ്ടി ഓടിക്കടോ. ഓ, ഓടിക്ക്. നിർത്തിക്കോ. ഓ, അപ്പൊ സൗത്തിലേക്ക് പോവണ്ടേ? വേണ്ട. ആ, ഒരു 150. 150? അയ്യോ, എടേ എടേ, പൈസ. അവിടെ നിക്ക്. ഏയ്, ഏയ്. എന്റെ തോമസേട്ടാ സ്ഥലത്തിന് വില പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ സ്ഥലം ഒരു പട്ടിക്കും വേണ്ടാന്ന്. അതല്ലേ പെട്ടത്. വെറുതെ തരാൻ തന്നില്ല, എനിക്ക് വേണ്ടാട്ടാ. താൻ ഫോൺ വെച്ചേ, എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്. ആ വർക്കിച്ചൻ സാറേ, ക്യാഷ് ആര് വരുമ്പോഴാ കൊടുത്തുവിടേണ്ടത്? എടി പോത്തെ, 3 ലക്ഷം രൂപ സേഫിലിരിക്കണ്ടേ. അതാ ജേക്കബ് ചെറിയാൻ വരുമ്പോൾ അയാൾക്ക് എടുത്ത് കൊടുക്കണം. ശരി സാർ. പിന്നെ ആ ജേക്കബ് ചെറിയാണ്ട് അധികം കൊഞ്ചാനും കുഴയാനും നിൽക്കണ്ടാട്ടാ.
ഉം. ഒരു തുമ്പിട്ട് കൊടുത്ത് അതുമ്മ പിടിച്ച് കയറുന്ന ടീംസാ. ആ വെച്ചോ, ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ശരി സാർ. ആ പിന്നെ തെറിച്ചോ. പപ്പ പപ്പ ശ്ശേ. ശ്ശേ. ചേട്ടാ, ആ ബീഫിന്റെ ചാറ് ഒരിച്ചിരി ഇങ്ങോട്ട് തന്നേ. ഇതിലില്ല. ചാറില്ല ചേട്ടാ, ബീഫ് റോസ്റ്റ് അല്ലേ? ഇല്ലേ? എന്നാ ഒരു ബീഫ് ഇങ്ങ് പോരട്ടെ. ചമ്മണ്ട, നക്കിക്കോ നക്കിക്കോ, ബീഫ് സൂപ്പറാ. കേറ്റ് കേറ്റ്. 1 മണിക്കൂറായാലും ബീഫ് ചോദിച്ചിട്ട് ഇല്ലേ? കഷ്ടം. ഓ, കൊണ്ടുവന്നോ? പ്ലേറ്റ് പിന്നെയും ചെറുതായോ? ആ, എന്ത് കാട്ടുന്നത്? അതെ ചേട്ടാ, ഞാൻ 350 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചു. എൻ്റെ കയ്യിൽ പൈസയില്ല. ചേട്ടൻ എന്തെങ്കിലും പണി തരികയാണെങ്കിൽ ഞാൻ ചെയ്തോളാം. ഇവനാരോ ഭക്ഷണം കൊടുത്തേ? തനിക്ക് നാണല്ലോ. 350 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഉളുപ്പില്ലാതെ സംസാരിക്കാൻ. ഛേ, എന്താ പ്രശ്നം? അല്ല ഏട്ടാ, 350 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പറയുന്നത് കേട്ടില്ലേ? കാശില്ലാന്ന്. അതും 2 ബീഫ് റോസ്റ്റ്. ആണോടോ? പിന്നെ പറയാതിരിക്കാൻ വയ്യ. ബീഫ് ഒരു 1.5 ഐറ്റമാ. ഒരു കാര്യം ചെയ്, ഇയാടെയും കൂടെ ഞാൻ തന്നേക്കാം. ആ എന്നാ ഉം.